ഹലോ ഹായ്. ഇന്ന് ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ലഞ്ചിന് എന്തുണ്ടാക്കുമെന്ന് വിചാരിച്ച് വിഷമിച്ചിരിക്കുമ്പോഴാണ് കേട്ടോ തൈരിൻ്റെ ഈ റെസിപ്പി കണ്ടത്. അപ്പോൾ അതൊന്ന് തയ്യാറാക്കി നോക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ സൂപ്പറായിരുന്നു കേട്ടോ. വെറും 20 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ സംഭവങ്ങളൊക്കെ സെറ്റാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയിട്ട് വരാം. അപ്പോൾ ഇതുപോലെ ഒരു ബൗളെടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 വലിയ സ്പൂണ് തൈര്, കട്ട തൈരാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇതുപോലെ ഒന്ന് വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ തൈരിൻ്റെ കട്ടകളൊക്കെ ഒന്ന് ഉടഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, ആവശ്യത്തിനുള്ള ഉപ്പും. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനിയിപ്പോൾ അവിടെ മാറ്റി വെച്ചേക്കാം. എന്നിട്ട് ഒരു ചെറിയ സവാള ഇതുപോലെ സ്ലൈസാക്കി എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഞാൻ തൈരൊക്കെ എടുക്കുന്നതിന് മുമ്പായിട്ട് തന്നെ 2 പൊട്ടറ്റോ ആവിയിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് കേട്ടോ. അതിൻ്റെ തോലൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് പൊട്ടറ്റോ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ നമ്മുടെ തൈരുണ്ടല്ലോ, അതിലേക്ക് ഇതെല്ലാം ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ, സവാളയും പൊട്ടറ്റോ ഒക്കെ. എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ. ഇത് ഇനിയിപ്പോൾ കയ്യിലുണ്ടെങ്കിൽ കുറച്ച് മല്ലിയില അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരല്പം ഓയിൽ ചൂടായി കഴിയുമ്പോൾ ഉലുവയുടെ ഇലയില്ലേ, അത് ഉണങ്ങിയതാണ് കേട്ടോ, കസ്തൂരി മെത്തി, അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരല്പം മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഈ തൈരിൻ്റെ മിക്സിയിലേക്ക് ഒഴിച്ചെടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഈ തൈര് കറിക്ക്. ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ചോറ് നല്ലത് ബസ്മതി റൈസാണ് കേട്ടോ. സാധാ റൈസും നല്ലതാണ്, പക്ഷേ ബസ്മതി റൈസിന് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ബസ്മതി റൈസാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇനി അതേ പാനിൽ ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. പിന്നെ വേണ്ടത് കുറച്ച് ഉപ്പും മഞ്ഞളും മുളക് പൊടി, അതൊന്ന് പതുക്കെ ഒന്ന് മൊരിഞ്ഞ് വന്ന് കഴിയുമ്പോൾ കോഴിമുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഇതുപോലെ നെടുങ്ങനെ ഒന്ന് മുറിച്ചിട്ട് അതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. ചില ദിവസങ്ങളിലൊക്കെ നമുക്കൊരു വെറൈറ്റി വേണമെന്ന് തോന്നുകയാണെങ്കിൽ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്തെടുത്ത് പിള്ളേർക്ക് കൊടുത്താൽ സംഭവം സൂപ്പറായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്ക്. നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.